വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡെയിലി ബ്രെഡ് അന്ന് നമ്മളെ ബലപ്പെടുന്നതാണ്. ഇന്നത്തെ ചിന്ത യെശയ്യാവിൻ്റെ പുസ്തകം 54:9 എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു, നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയത്തില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയില്ല, നിന്നെ ഭത്സിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ദൈവം നോഹയുടെ വെള്ളം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രളയത്താൽ എല്ലാവരെയും നശിപ്പിക്കുക. എന്നാൽ നോഹയുടെ യാഗത്തിൻ്റെ സൗരഭ്യവാസന ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന്, ശുദ്ധിയുള്ള ജീവജാലങ്ങളിൽ നിന്ന് മുകളിൽ ചെല്ലുമ്പോൾ ദൈവം അതിൽ സന്തോഷിച്ച് ദൈവം ആ വിധികളെ മാറ്റുക. അതുപോലെ ദൈവം പറയുകയാണ്, ഇനി ഞാൻ കോപിക്കലെന്ന് പറഞ്ഞ പുത്രനിലൂടെ ആ യാഗത്തെ നോക്കിക്കൊണ്ട് വേണം ഇങ്ങനെ പറയാം, ആ യേശുവിൻ്റെ രക്തത്തിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ട് പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയാണ്. അതാണ് കൃപ, അതാണ് അബണ്ടൻസ് ഗ്രേസ് എന്ന് പറയുന്നത്, അബണ്ടൻസ് മേഴ്സി. അതിലൂടെ കാണുമ്പോൾ ഇനി ഞാൻ കോപിക്കത്തില്ല, പലിശിക്കത്തില്ല എന്ന് പറയുമ്പോൾ പാപങ്ങൾ തുടർന്ന് പോകുന്നതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് പിന്മാറുക നാം മരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്. ആ മുടിയനായ പുത്രൻ, നഷ്ടപ്പെട്ട മകൻ പറയുന്നുണ്ട്, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു. അത് പറഞ്ഞവനവിടെ നിൽക്കുകയല്ല, മുമ്പോട്ട് തിരിയുകയാണ്. വീണ്ടും ഒരു മാനസാന്തരായിരിക്കുന്നിടത്ത് യോഞ്ഞ പാർശ്വ ഞാൻ മറ്റു തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന പാപമാണ്, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന പാപമാണ്, ദൈവം പറയുന്ന അനുസരിക്കാത്ത പാപമാണ്. ഏത് തോട്ടത്തിലൊരു ചെറിയ കാര്യമാണ്, കഴിക്കണമെന്ന് പറഞ്ഞാൽ കഴിച്ചില്ല, കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിച്ചു. അതുകൊണ്ട് വളരെ ഗൗരവപരമായിട്ട് തന്നെ നാം കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇനിയും ദൈവം നമ്മളോട് കോപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫേവറിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് ചോദിച്ചാലും മാറ്റിരിക്കുന്നത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ ധൈര്യത്തോടെ കൃപാസനത്തോടെ ചെല്ലാനാണ് പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥകളിലൊന്നും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, ദൈവം എന്നിൽ പ്രസാദിക്കുന്നില്ല, ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ധൈര്യമായിട്ട് മുന്നേറിക്കോ, ഗോ ഹെഡ്, ഒന്നും ഭാരപ്പെടേണ്ട. ദൈവമുണ്ട്, അവൻ്റെ സാന്നിധ്യമുണ്ട്, അവൻ്റെ അഭിഷേകത്തിന് നമ്മളെ വിടുവിക്കാൻ കഴിയും. കർത്താവിന് കഴിയാത്തോട്ട് ഒന്നുമില്ല. ഇസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോഡ് നത്തിങ്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുണ്ടല്ലോ, ദൈവം അതിനകത്തൊരു പരിഹാരം തരും, ദൈവം അതിനകത്തൊരു മറുപടി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെടും തക്ക സമയത്ത്. നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി. കീപ് താങ്ക്സ് ഗിവിങ്. ദൈവത്തിന് നന്ദി മാത്രം. കർത്താവ് ഞാൻ കാണുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് ഞാൻ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുന്നു, നീ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യുക. അത് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ഈ ശുശ്രൂഷകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.